സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പുന്നൂർകുളം പഞ്ചായത്ത് 2026-27 ബജറ്റ് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അവതരിപ്പിച്ചു. ബജറ്റിൽ പ്രതിഷേധിച്ച് LDF മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സമഗ്ര വികസനത്തിനായി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യ വാർഷിക ബജറ്റാണ് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അവതരിപ്പിച്ചത്. 4,87,72,200 രൂപ വരവും 3,33,74,690 രൂപ ചിലവും 1,53,97,510 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഉതകുമാറ് കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, പാവപ്പെട്ടവരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ഉന്നമനം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ കലാകായിക മേഖലയിലെ മുന്നേറ്റം, യുവജനക്ഷേമം എന്നിവയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 99,55,000 രൂപയും പാർപ്പിട പ്രശ്നം പരിഹാരത്തിനായി 7,06,23,206 രൂപ, ആരോഗ്യമേഖലയ്ക്ക് 68,29,470 രൂപ, കുടിവെള്ളം ശുചിത്വം 1,31,400 രൂപ, പട്ടികജാതി വികസനത്തിനായി 69,11,000 രൂപ എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മൃഗസംരക്ഷണ മേഖല, ദാരിദ്ര്യ ലഘൂകരണം, വിദ്യാഭ്യാസം, വനിതാ വികസനം, പശ്ചാത്തല മേഖല, സദ്ഭരണം, ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമം, കുട്ടികളുടെ ക്ഷേമം, യുവജനക്ഷേമം, നൂതന പദ്ധതികൾ എന്നിവയ്ക്കും ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷരായ ധർമ്മൻ, KH ആബിദ് എന്നിവരും UDF മെമ്പർമാരും ബജറ്റിനെ അനുകൂലിച്ചും പ്രതിപക്ഷ മെമ്പർമാരായ AD ധനീബ്, ശോഭാ പ്രേമൻ തുടങ്ങിയവർ പ്രതികൂലിച്ചും സംസാരിച്ചു. പഞ്ചായത്തിന്റെ പകുതിയോളം വരുന്ന തീരദേശ മേഖലയെ സ്പർശിക്കാത്ത രീതിയിൽ മത്സ്യമേഖല, വയോജനം, ടൂറിസം എന്നിവയെ അവഗണിച്ചുവെന്ന് മെമ്പർ AD ധനീബ് ബജറ്റിനെ വിമർശിച്ചു. കൂടാതെ UDFന്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനമായിരുന്ന ആൽത്തറ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭ നടപടിക്ക് പോലും ഫണ്ട് വെച്ചിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി. BJP മെമ്പർ ഷാജി തൃപ്പറ്റ് തുടങ്ങി മറ്റു മെമ്പർമാരും, പഞ്ചായത്ത് സെക്രട്ടറി R ശ്രീലത, ക്ലർക്ക് സെമീന തുടങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരും നിർവഹണ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൂടിയാലോചന നടത്താതെ ആരോ എഴുതി തയ്യാറാക്കിയ ഒരു ബജറ്റായി പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി.